ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് വായന എനിക്ക് ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്, യാത്ര പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്, പിന്നെ ഇതേപോലെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. യാത്രകളൊക്കെ പോകുമ്പോൾ കാണുന്ന പൂക്കളൊക്കെ ചെടികളൊക്കെ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ശീലമാണ്. എനിക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ കാണുമ്പോൾ പറിച്ചാൽ കൊള്ളു. ഞാൻ ചുറ്റും നോക്കും, അവിടെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പറിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ആർക്കും വലിയ ബുദ്ധിമുട്ട് വരുത്താത്ത കാര്യമാണല്ലോ. അടിച്ചു മാറ്റുന്നതല്ല, അല്ല ലിറ്ററലി പറയുമ്പോ അങ്ങനെ പറയെങ്കിലും അങ്ങനെയല്ല. നമ്മുടെ സ്കില്ലിനെ ബ്ലോക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ആളുകളോട് അപ്പൊ നമുക്ക് കരിയറിൽ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള സാധ്യതയായിരിക്കും അവിടെ ബ്ലോക്ക് ആവുന്നത്. അങ്ങനെ വരുന്ന ആളുകളോട് നമുക്ക് ദേഷ്യം, വെറുപ്പ്, അങ്ങനെ പക, പ്രതികാര ചിന്ത അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എങ്ങനെ അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റും? എന്റെ ഫീൽഡ് സിനിമയാണല്ലോ. സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാവുമ്പം നമുക്ക് ഇതിൽ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ പൊളിറ്റിക്സ് നന്നായിട്ടുള്ളൊരു ഫീൽഡും കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. നമ്മളെ ഒരാൾക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞ പോലെ നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അവിടെ 100 ആൾക്കാർ ആ ചാൻസിന് വേണ്ടിയിട്ടുണ്ടാവും. അതിൽ ഒരാൾക്കായിരിക്കും ആ ചാൻസ് കിട്ടുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചു പോകുന്ന ഒരു സംഭവമായിരിക്കും. നമ്മൾ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും. പക്ഷെ ഫൈനലി എന്തെങ്കിലും ഒരു തിരിമറി അവിടെ നടന്നിട്ട് വേറൊരാൾക്ക് അത് പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു സങ്കടം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല കളികളും ഈ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് പല സമയത്തും സങ്കടം വരും, വിഷമം വരും. അപ്പൊ നമ്മൾ ആലോചിക്കും, നമ്മളെയും പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് റെഫർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു മാനദണ്ഡം ഒരു നമ്മുടെ കഴിവായിട്ട് വെക്കണം. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറെ ഓഡിഷൻസ് നടക്കുമല്ലോ, നമ്മളൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്യും. പക്ഷെ അതും എനിക്ക് അത്രയും ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടില്ല. മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുറെ ഒരു 100-500 പേരെ ഒരു ഓഡിഷന് വിളിക്കും. ചിലപ്പോൾ അവർ ഓൾറെഡി കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്, മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ഓഡിഷൻ വെക്കുന്ന ആവാം. പക്ഷെ അത്രയും പേര് അവരുടെ ടൈമും എഫേർട്ടൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഒന്നും അല്ലാണ്ടൊക്കെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ കുറെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത് ഒന്നും കിട്ടാതെ ആകുമ്പോഴും ഭയങ്കര സങ്കടവും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു നെഗറ്റീവ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാം. കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അവര് ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗം മാത്രമായിട്ട് ഒരു ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തുക. എന്നിട്ട് പിന്നെ ഒന്നുമില്ലാണ്ട് ഇത്രയും വന്ന ആൾക്കാരുടെ ടൈം, എനർജി എല്ലാം അവിടെ വേസ്റ്റ് ആവാണ്. കൂടാണ്ട് ഇതിന്റെ സങ്കടവും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ നെഗറ്റീവ് ഫാക്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് നമുക്കൊരു നെഗറ്റിവിറ്റി വന്നു, ഒരു വിഷമം വന്നു, പിന്നെ അത് ഓവർകം ചെയ്യാൻ എത്ര ദിവസം ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ അത്രയും ഡേയ്സ് കൂടുതൽ എടുക്കും, കുറവാണെങ്കിൽ അത്രയും കുറവായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു വിഷമം മറന്നു പോകാൻ പറ്റുന്ന, പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം മതിയല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ അത്രയും ആഴ്ന്നു പോയിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും റിക്കവർ ആവാൻ. അങ്ങനെ നല്ല ചിന്തകളെ രൂപപ്പെടുത്താൻ വേണ്ടി വേദപുസ്തകങ്ങളൊക്കെ വായിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല താല്പര്യമുണ്ട് അതൊക്കെ വായിച്ചാൽ കൊള്ളാന്ന്. സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതിലേക്ക് എന്റെ മൈൻഡ് ഒന്നും ഓക്കെ ആയിട്ടില്ല. ഇതിന് വേണ്ടി സമയം മാറ്റി വെക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓവറോൾ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ബേസിക്കലി പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതുണ്ട്. പിന്നെ വായന നല്ല ശീലം തന്നെയാണ്. അപ്പൊ എനിക്കത് കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യണമെന്നുണ്ട്. കുറച്ചുകൂടി വായിക്കണം, കുറച്ചുകൂടി അറിവ് കിട്ടണം. പിന്നെ നല്ല നല്ല മൂവീസ് കാണണം, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഞാൻ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഈ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവല്ലോ, അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പണ്ട്. അതുപോലെ ഉപന്യാസം. പിന്നെ നമുക്കിപ്പോ ഒരു സബ്ജക്റ്റ് ഒക്കെ തരികയാണെങ്കിൽ എനിക്ക് അതിനെ എലാബറേറ്റ് ചെയ്ത് എന്റേതായ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇഷ്ടം. പക്ഷെ ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും എഴുത്താണെങ്കിലും ഒന്നും ഇല്ല ഇപ്പൊ. ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മ ഞാൻ പോയിട്ട് വരാം കേട്ടോ, എവിടെയാ മോളെ പോണേ, ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് വരാം. അടുത്ത ദിവസം അമ്മ ഞാൻ പുറത്ത് പോയിട്ട് വരാം, എവിടെയാ മോളെ പോണേ, ഇന്നൊരു കോമ്പറ്റീഷൻ ഉപന്യാസ മത്സരം ഉണ്ടമ്മേ. അങ്ങനെ ആഴ്ചയിൽ ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് പോകും, ഡിഫറെന്റ് പ്രോഗ്രാംസ്. ഞാന് വളർന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് അവിടെ ബാലഗോകുലം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് എന്റെ ബേസ്. അപ്പൊ നമുക്ക് അത് ത്രൂ തന്നെ കുറെ കോമ്പറ്റീഷൻസിന്, ഇപ്പം ജ്ഞാനപ്പാന, അതുപോലെ പ്രശ്നോത്തരി, രാമായണ പാരായണം, ഇതിനൊക്കെ നമ്മളെ കോമ്പറ്റീഷന് കൊണ്ടുപോകായിരുന്നു. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് എല്ലാത്തിനും പ്രൈസും കിട്ടാറുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ രാമായണ പാരായണം
പഠിച്ചത്, ജ്ഞാനപ്പാന പഠിച്ചത്, പിന്നെ കുറച്ച് നമ്മുടെ മിത്തോളജി സംഭവങ്ങളൊക്കെ പഠിച്ചത് എന്റെ ബേസ് അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ സംഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പൊളിറ്റിക്കൽ തോട്ട്സും കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇല്ലായിരുന്നു, പക്ഷെ റീസെന്റ് ആണ് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഞാൻ ലിറ്ററലി 0 ആയിരുന്നു പൊളിറ്റിക്സിൽ. എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ ആ ഇന്ന പാർട്ടിയിലാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കുറെ അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എക്സാക്ട് പൊളിറ്റിക്സ് എന്താണ്, ഇന്ന് എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഒരു ഫ്രണ്ടും ഞാനും കൂടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. 2 ഡിഫറെന്റ് പാർട്ടീസ് ആണ്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റിൽ ഞാൻ 0 ആയിരുന്നു, എനിക്കൊന്നും പറയാനില്ല, പോയിന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്നാ പിന്നെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് പഠിക്കണം. അങ്ങനെ പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇപ്പൊ കുറച്ച് റെഫർ ചെയ്യാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റും എന്തൊക്കെയാ നടക്കുന്നത് കാര്യങ്ങളൊക്കെ, ഞാൻ ബിലീവ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്തൊക്കെയാണ്, നമുക്ക് അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് സൈഡ് ഉള്ളത്, പിന്നെ മൊത്തത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് കുറച്ചൊരു അവയർനെസ് ഉണ്ട്. എന്താന്ന് വെച്ചാ ചെറുതായിട്ട് നല്ലതാണല്ലോ, കാരണം എഴുത്തിന്റെ മേഖല വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് ഒബ്സർവേഷൻ ഉണ്ടാവും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അതെ. എപ്പോഴും ഹാപ്പിയാണോ? അല്ല. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് പറയണം? ലിറ്ററലി ഒരാൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു റോളർ കോസ്റ്റർ ആണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഇപ്പൊ ഈ ചിരിച്ചിരിക്കുന്ന പോലെ എനിക്ക് ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിബിളേ അല്ല. പിന്നെ നമുക്ക് എല്ലാ ഫീലിങ്സും ഒക്കെ മാറി മാറി വരുമല്ലോ. ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും എന്നെ നെഗറ്റീവ് ആക്കുന്ന ഒരു ഇൻസിഡന്റ് വന്നാൽ ഒബ്വിയസ്ലി കരയേണ്ടതാണെങ്കിൽ ഞാൻ കരയും. കുറെ ദിവസം ചിലപ്പോൾ എനിക്ക് ഡിപ്രഷൻ ആണെങ്കിൽ ഞാൻ ഡിപ്രഷൻ മൂഡിൽ ഇരിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും ഓക്കെ ഇതിന്ന് റിക്കവർ ആയിട്ട് ഈ ഹാപ്പിനെസ് മൂഡിലേക്ക് വരണം എന്ന് ഞാൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അതിന് കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഹാപ്പി ആക്കി വെക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അത് നമ്മൾ ചെയ്യാന്നുള്ളതാ. ചെറിയ കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ ഡിപ്രഷൻ ഒക്കെ വരും. ചിലപ്പോ എന്നെ സംബന്ധിച്ച് അത് ചെറിയ കാര്യമായിരിക്കും, മറ്റുള്ളവർക്ക് വലുതായിരിക്കും. ചിലപ്പം മറ്റുള്ളവർക്ക് വലുതായിരിക്കും, എന്നെ സംബന്ധിച്ച് ചെറുതായിരിക്കും. അങ്ങനെ അപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ടിപ്പില്ല. അങ്ങനെ ഞാൻ ചേട്ടനോട് ചോദിക്കാം, ചേട്ടന് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അല്ല പറ്റാറുണ്ടോ? എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പറ്റാറില്ലാത്തോണ്ടാ ടിപ്പ് ചോദിച്ചു. എനിക്ക് പറ്റാറില്ല. ഇല്ല. ഷാമിലയുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം നഷ്ടമായി തോന്നി, അല്ലെങ്കിൽ ഇത്ര വർഷം എനിക്ക് നഷ്ടമായി, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട്. 2015 to 2021 അതാണ് ഒളിവ് കാലം. ആ ഒരു സമയം എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വിചാരിക്കുന്ന പൊസിഷനിലൊക്കെ എത്തിപ്പെടാൻ പറ്റുമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ ഇപ്പോഴും അതോർത്തിട്ടുള്ള വിഷമം തോന്നാറ്, റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. ബട്ട് നമ്മൾ അത് ആലോചിച്ചിരുന്ന് കുറെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതിനെ റിക്കവർ ചെയ്ത് നമ്മൾ ഫേസ് ചെയ്ത് ഇനി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിലെ കാരണം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ, യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതാണ് നാച്ചുറലി. പോസിറ്റീവായിട്ട് കണ്ട് മുമ്പോട്ട് പോകും. അതെ.